ലോകകപ്പ് ഫൈനൽ കണ്ടു, ഇന്ത്യയുടെ വിജയം കണ്ടു, ഇന്ത്യ കപ്പ് നേടിയത് കണ്ടു. ആ വിശേഷങ്ങളിലൂടെയായിരുന്നു ഇന്ന് വാർത്താ പുലരി ആരംഭിച്ചതും. പേഴ്സണലായിട്ട് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ മൂവർക്കും? തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. രാജ്യത്തെ എല്ലാവരെയും പോലെ തന്നെ ഈ ഒരു വിജയത്തിൽ, ഈ വേൾഡ് കപ്പ് വിജയത്തിൽ തീർച്ചയായും ഞാനും സന്തോഷിക്കുന്നുണ്ട്. അതെ, ഈ സ്കൂൾ കുട്ടികളെ അടുക്കി നിർത്തിയിരിക്കുന്ന പോലെയാണ്. പേര് പറഞ്ഞ് വിളിച്ചാലേ മറുപടി പറയുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. പ്രജിത്ത്, എങ്ങനെയുണ്ടായിരുന്നു ഫൈനൽ? വളരെ ആവേശം നിറഞ്ഞ ഫൈനലായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഇന്ത്യ ഒരു അനായാസ ജയത്തിലേക്കൊക്കെ പോകുമെന്ന് തോന്നിയെങ്കിലും പ്രത്യേകിച്ച് കോഹ്ലിയുടെയും അക്സറിൻ്റെയും ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ ടീം നല്ലൊരു സ്കോറിലേക്ക് എത്തുന്നു. പിന്നീട് വരുന്ന ഇന്ത്യയുടെ ബൗളിംഗ് നിരയാണെങ്കിലും ശരി, ആദ്യഘട്ടത്തിലൊരു പിടിച്ചു നിർത്തലുണ്ടാകുന്നു. പക്ഷേ ഒരു അവസാനത്തേക്കും നമ്മൾ വളരെ ആശങ്കയിലായി. കാരണം ഏത് നിമിഷവും കളി കൈവിട്ടു പോകുമെന്നുള്ളൊരു പേടിയൊക്കെ വന്നിരുന്നു. വളരെ ശ്വാസമടക്കി പിടിച്ചാണ് ഇരുന്നതെന്ന് പറയേണ്ടി വരും. പക്ഷേ ബുംറ എന്ന് പറയുന്ന എക്കാലത്തെയും എനിക്ക് ഏറ്റവും ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതുപോലൊരു ബൗളർ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം വിക്കറ്റുകൾ എടുക്കുന്ന കണക്കുകളിലൊന്നുമല്ല ഞാൻ ബുംറയെ കണക്ക് കൂട്ടുന്നത്. കാരണം ബുംറ എന്ന് പറയുന്നത് ഒരു 4 ഓവർ 24 ബോൾ എന്ന് പറഞ്ഞാൽ ആ 24 ബോളാണ് ആ കളിയുടെ ഗതി നിശ്ചയിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് സംഭവിച്ചത്. ബുംറയുടെ ഓവറുകൾ കളി നിർണായകമായ സമയത്ത് ഇന്ത്യക്ക് അനുകൂലമായി അതിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ച് നിർത്തുന്നതിൽ, റണ്ണൊഴുക്ക് നിയന്ത്രിച്ച് നിർത്തുന്നതിൽ നിർണായകമായി. അതിനുശേഷം വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ഓവറുകൾ, ഒപ്പം സൂര്യകുമാർ യാദവ് എടുത്ത ആ ഒരു വിശ്വസിക്കാൻ കഴിയാത്ത ആ ഒരു ക്യാച്ച്, അത്ഭുതം എന്നൊക്കെ പറയാം, മാജിക് എന്നൊക്കെ വിളിക്കാവുന്ന ക്യാച്ച്, അങ്ങനെയാണ് ഇന്ത്യ കളിയിലേക്കൊക്കെ തിരിച്ചു വന്നത്. വളരെ വളരെ ആവേശം നിറഞ്ഞൊരു മത്സരം, ഒരു ലോകകപ്പ് ഫൈനലിൻ്റെ ഒരു വലിയ നാടകീയത നിറഞ്ഞൊരു മത്സരം. എങ്ങനെയാണോ 2011 വേൾഡ് കപ്പിൽ നമ്മളൊക്കെ ശ്വാസമടക്കി പിടിച്ചിരുന്ന കളി ജയിച്ച് കയറുന്നത് കണ്ട് അവസാനത്തേക്കും കളി ജയിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത് അവസാന ഓവറിലെ അവസാന ബോൾ കഴിയുന്നിടം വരെ ഒരു ആശങ്കയുണ്ടായിരുന്നു. അതെന്തായാലും വിജയത്തിലേക്ക് പോയി. ഗൗതം, ഇന്നലെ തന്നെ വലിയ ആകാംക്ഷയിലായിരുന്നു ഈ മത്സരം. ഇന്നലെ രാത്രിയുള്ള കലാശപ്പോര് കാണാനായുള്ള തിടുക്കത്തിലായിരുന്നു. ഇന്ത്യ കപ്പ് ഉയർത്തും എന്നതിൽ ഒരു സംശയവും ഇല്ലാതിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗൗതം. ഗൗതം, കേൾക്കാൻ കഴിയുമെങ്കിൽ. അനു, നമ്മുടെ പ്രതീക്ഷ പോലെ തന്നെ സംഭവിച്ചു. വലിയ ആഘോഷമായിരുന്നു. ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ വെളുപ്പിനെ 5 മണി സമയത്താണ് കിടന്നത് തന്നെ. അതുപോലെ വലിയ ആഘോഷമായിരുന്നു രാജ്യതലസ്ഥാനത്ത് ഇന്നലെ രാത്രിയിലുണ്ടായത്. ഇനി ഞാൻ ഇന്നലെ വാർത്താപ്പുലരി പറഞ്ഞതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സാധാരണ വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞാൽ മുംബൈ ആണല്ലോ ക്രിക്കറ്റിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നത്, അവിടേക്കാണ് വേൾഡ് കപ്പ് കൊണ്ട് വരുന്നത്. പക്ഷേ ഇത്തവണ അത് മാറ്റി ആ വേൾഡ് കപ്പും കൊണ്ട് അവർ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കാണണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ആ കപ്പുമായിട്ട് അവർ വെസ്റ്റ് ഇൻഡീസിൽ നിന്നും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്നും ഡൽഹിയിൽ ഒരു തുറന്ന വലിയ ബസ്സിന്റെ മുകളിൽ ആ കപ്പുമായിട്ട് അവർ ഈ ഇന്ദ്രപ്രസ്ഥത്തിന്റെ വീതികളിലൂടെ പോകും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയിലാണ്. അത് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഗൗതമിന്റെ മുഖത്തുണ്ട്. ഗൗതം എന്തായാലും വലിയ ചിരിയിലാണ്.